മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന യുഎസിന്റെ സ്ട്രാറ്റജിക് ബോംബറായ B-2 സ്പിരിറ്റ് ഇപ്പോൾ ലോകത്തിലെ തന്നെ താരമാണ്. ഇത് വെറുമൊരു യുദ്ധവിമാനമല്ല, പിന്നെയോ മൈക്രോവേവ് അവനുകൾ, റെസ്റ്റ് റൂമുകൾ, റെഫ്രിജറേറ്ററുകൾ, ഇതൊക്കെയുള്ള ഒരു അടിപൊളി സെറ്റപ്പ്. ഒരാൾ വിമാനം പറത്തുകയാണെങ്കിൽ മറ്റൊരാൾക്ക് സുഖമായി വിശ്രമിക്കാം. ഇനി യുദ്ധം ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇനി യുദ്ധം ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ മറ്റൊന്ന് ഈ ലോകത്തില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന യുഎസിന്റെ സ്ട്രാറ്റജിക് ബോംബറായ B-2 സ്പിരിറ്റ് ഉപയോഗിച്ചതാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലെ പ്രധാന വഴിത്തിരിവ്. ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിൽ ഒന്നായ MOP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാനുള്ള ശേഷി യുഎസിന്റെ സ്ട്രാറ്റജിക് ബോംബറായ B-2 സ്പിരിറ്റ് എന്ന യുദ്ധവിമാനത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതുമാത്രമല്ല, ഈ യുദ്ധവിമാനത്തിന്റെ സവിശേഷതകൾ ഇറാനിലെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്ന 3 ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് അമേരിക്ക ഉപയോഗിച്ച B-2 സ്പിരിറ്റ് എന്ന ബോംബർ വിമാനത്തിനെ തിരിച്ചറിയാനുള്ള ശേഷി നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമില്ല. റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ആകാരം ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് സവിശേഷതകൾ. എന്നാൽ അതുമാത്രമല്ല ഈ വിമാനത്തിലുള്ളത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടന്ന അമേരിക്കൻ ആക്രമണം B-2 ആക്രമണ ശേഷിയുടെ ഉദാഹരണമായിരുന്നു. അതായത് ശത്രുവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്തി നശിപ്പിച്ച് യാതൊരു സൂചനയും അവശേഷിപ്പിക്കാതെ തിരിച്ചു പോരുക എന്നതായിരുന്നു ദൗത്യം. റിപ്പോർട്ടുകൾ അനുസരിച്ച് B-2 വിമാനങ്ങൾ ഇറാനിലെ ഫോർദോയിലെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രത്തെയാണ് ആക്രമിച്ചത്. ഈ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒരു മലയുടെ അടിഭാഗത്താണ്. കൂടാതെ നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചുറ്റും സജ്ജീകരിച്ചിട്ടുള്ള പ്രദേശവുമാണ്. ഏകദേശം 6 GBU-57AB മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ കേന്ദ്രത്തിൽ വർഷിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് US ബോംബറുകൾ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ആളപായം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല എങ്കിലും ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവരം. USന്റെ പക്കൽ മാത്രമാണ് ഇത്തരം കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബായ GBU-57AB എന്ന ബോംബുള്ളത്. 20 അടി നീളമുള്ള ഈ ബോംബ് പ്രയോഗിക്കാൻ USന്റെ B-2 ബോംബറിന് മാത്രമേ സാധിക്കൂ. ഏകദേശം 14,000 കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ. 200 അടിയോളം ആഴത്തിൽ പാറകൾ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്തുന്ന ബോംബാണ് ഇത്. നിലവിൽ USനും റഷ്യയ്ക്കുമൊക്കെ ഇത്തരം ബോംബുകളുണ്ട്. GBU-57AB എന്ന കോഡ് നാമത്തിൽ US സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് MOP. ആണവായുധം അല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിൽ ഒന്നാണ് ഇത്. ഭൂഗർഭ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ്. സാധാരണ ബോംബുകൾക്ക് ഇവയെ തുളഞ്ഞിറങ്ങി സ്ഫോടനം നടത്താനാകില്ല. ഈ പരിമിതിയെ മറികടക്കുന്നതാണ് MOPയുടെ ശേഷി. ഈ ഉരുക്ക് ഉൾപ്പെടുന്ന ലോഹ സംയുക്തത്താലാണ് ഈ ബോംബിന്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത്. ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതാണ് ഈ പുറം കവചം. ഈ ബോംബിനുള്ളിൽ 2400 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉള്ളത്. നിർമ്മിതികളെ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്നതിനു ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കൂ. ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശമുണ്ടാക്കുക എന്നതാണ് ഈ ആയുധത്തിന്റെ ഉപയോഗം. GPS-ഉം ഇനേർഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ബോംബ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. കൃത്യമായ ലക്ഷ്യത്തെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഏതാനും മീറ്ററുകൾ മുകളിൽ നിന്ന് താഴേക്ക് അതിവേഗതയിൽ പതിക്കും. തുടർന്ന് എത്ര കടുത്ത പ്രതിരോധത്തെ മറികടന്ന് ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങും. ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് B-2 സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ ദൗത്യത്തിന് പോകുമ്പോൾ ഇതിലെ പൈലറ്റുമാർക്ക് മണിക്കൂറുകൾ വിമാനത്തിൽ ചിലവഴിക്കേണ്ടി വരും. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും ഇതിലുണ്ട്. മൈക്രോവേവ് അവനുകൾ, റെസ്റ്റ് റൂമുകൾ, റെഫ്രിജറേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിമാനത്തിനുള്ളിലുണ്ട് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 പേരടങ്ങുന്ന 7 B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ഇറാനിലെ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. 18 മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഇതിനിടെ ഒന്നിലധികം തവണ ഇന്ധനം നിറച്ചു. ഇത്തരം ദൈർഘ്യമേറിയ യാത്രകളിലുടനീളം ജീവനക്കാർക്ക് ഭക്ഷണവും മറ്റും ഉറപ്പുവരുത്തുന്നതിനായി ഈ ഹൈടെക് ബോംബറുകളുടെ കോക്പിറ്റുകളിൽ മൈക്രോവേവ് അവനും ചെറിയ ഫ്രിഡ്ജും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു പൈലറ്റ് വിമാനം നിയന്ത്രിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിശ്രമിക്കുന്നതിനും കിടക്കുന്നതിനും സ്ഥലവും വിമാനത്തിലുണ്ട്. കൂടാതെ ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത മറ്റു വിമാനങ്ങളെ പോലെ B-2 സ്പിരിറ്റിൽ ഒരു ടോയ്ലറ്റും ഉൾപ്പെടുന്നു. $200 കോടി വില വരുന്നതാണ് ഓരോ B-2 സ്പിരിറ്റ് ബോംബർ വിമാനവും. US എയർഫോഴ്സിന് നിലവിൽ 19 B-2 ബോംബർ വിമാനങ്ങളാണ് ഉള്ളത്. 1997 B-2വിനെ US ആദ്യമായി ഉപയോഗിക്കുന്നത്. 2008 ഒരു അപകടത്തിൽ USന് ഒരു B-2 വിമാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയായ നോർത്രോപ്പ് ഗ്രമ്മൻ ആണ് ഇത് നിർമ്മിച്ചത്. ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് അതിർത്തി കടന്ന് ഉള്ളിലേക്ക് കയറി ആക്രമണങ്ങൾ നടത്താൻ രൂപകൽപ്പന ചെയ്തതാണ് B-2 സ്പിരിറ്റ്. ആകെ 21 യൂണിറ്റുകൾ മാത്രമാണ് ഇതുവരെ
നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 19 എണ്ണം ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. ഒരു B2 യൂണിറ്റിന് 17,000 കോടിയിലധികം രൂപയാണ് നിർമ്മാണ ചെലവ്. ഈ വില കേൾക്കുമ്പോൾ തന്നെ ഇതിന്റെ സാങ്കേതിക മികവും പ്രാധാന്യവും ഇത്രത്തോളം ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. B2വിനെ ഇത്രയും അപകടകാരിയാക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനം ലോകത്ത് എവിടെയും എത്താൻ കഴിയുന്ന തരത്തിലുള്ള ദൂരപരിധി തന്നെയാണ്. ഒറ്റത്തവണ ഇന്ധനം നിറച്ച് 6,000 നോട്ടിക്കൽ മൈലിലകം, അതായത് ഏകദേശം 11,000 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ഇതിന് സാധിക്കും. ലക്ഷ്യസ്ഥാനം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്താനും സുരക്ഷിതമായി തിരിച്ചെത്താനും സാധിക്കും. മണിക്കൂറിൽ 1010 കിലോമീറ്റർ വേഗതയിൽ B2 സ്പിരിറ്റ് പറക്കും. മുൻപ് അമേരിക്കയിലെ മിസോറിയിൽ നിന്ന് പറന്നുയർന്ന് അഫ്ഗാനിസ്ഥാനിലും ലിബിയയിലും ഒക്കെ ആക്രമണം നടത്താൻ അമേരിക്ക B2 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാനിലും. ന്യൂസ് ഡെസ്ക് കർമാനസ്.